ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വീണ്ടും ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഞാൻ വന്നിക്കുകയാണ്. ഞാൻ പഴയ പോലെ തന്നെ വീഡിയോ ഇടണമെന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തീരെ ടൈം കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്താറുള്ളത്. അതുകൊണ്ട് എഡിറ്റിങ് കാര്യങ്ങളൊന്നും നടക്കണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈകിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുണ്ടാവും, നമ്മുടെ കസിൻ ബ്രദറിൻ്റെ മാരേജ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്രൂം ടു ബിയുടെ വീഡിയോ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ മെഹന്തി നൈറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മെഹന്തി നൈറ്റ് എന്ന് പറയുമ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ കസിൻസ് എല്ലാവരും ഒരേപോലെയാണ് ഡ്രസ്സ് ഇട്ടിരിക്കണത്. നമ്മൾ ഡാർക്ക് ഗ്രീനിൽ കളറിലുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഈ ഡ്രസ്സിൻ്റെ എക്സാക്റ്റ് നെയിം എന്താണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. പലാസോ മോഡൽ പാൻറ്റും പിന്നെ ക്രോപ്പ് ടോപ്പും പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയൊരു ഓവർകോട്ട് പോലെയാണ് കേട്ടോ. അപ്പം സംഭവം അടിപൊളി ഡ്രസ്സായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ കസിൻസും റിലേറ്റീവ്സും ഒരു 6 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ കല്യാണ ചക്കനെ നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗേൾസിൻ്റെ പോലെ തന്നെ ബോയ്സിനും ഡ്രസ് കോഡ് ഉണ്ട്. ബോയ്സിനെന്ന് പറയുമ്പോൾ ഡാർക്ക് ഗ്രീന് ഷർട്ടും പിന്നെ മുണ്ടുമാണ് കേട്ടോ. ഈ ഒരു ഡ്രസ് കോഡ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇക്ക മുണ്ടെടുത്തിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇക്ക മുണ്ടെടുത്ത് കാണുന്നത്. അപ്പം കല്യാണ ചെക്കനും ഇതുപോലെ മുണ്ട് തന്നെയായിരുന്നു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നത്. പക്ഷേ മുണ്ടെടുക്കാനുള്ള മടി കൊണ്ട് അവൻ എസ്കേപ്പ് ആയിട്ടോ. അവന് ഫാൻറ്റും ജുബ്ബിയാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മെഹന്തി പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെഹന്തി ഫംഗ്ഷൻ ഫുൾ വൈബിൽ തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ആയതുകൊണ്ട് റിലേറ്റീവ്സ് ആണ് കേട്ടോ കൂടുതൽ. അത്രയ്ക്ക് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ശേഷം പിന്നെ കുറച്ച് നേരം ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫോട്ടോ സെക്ഷനൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം പിന്നെ നമ്മൾ ഗേൾസിൻ്റെ ഡാൻസ് ആണ് കേട്ടോ. അതിൽ കുറച്ച് പാർട്ട് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അപ്പം ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ പ്ലാൻ ഇട്ടിരിക്കണത്. അപ്പം ഇതിൽ ഞാൻ കുറച്ച് മാത്രമേ കാണിക്കണുള്ളൂ. ഫുഡ് കഴിക്കുകയാണ്. അയാന് ഷാനിക്ക് എന്നെ കൂട്ടാണ്ട് ഫുഡ് കഴിക്കാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ഡാൻസും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഒരു ഫുഡ് കഴിച്ചു, പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മുടെ കസിൻസിനെ കേട്ട് നല്ല എൻജോയ്മെൻറ്റ് ടൈമായിരുന്നു. സ്റ്റേജ് പിന്നെ കുട്ടികളാണ് കൈയടക്കിയിരിക്കുന്നത്, അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇച്ചിമോൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒരാൾക്ക് എടുക്കാനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഫുൾ എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. കസിൻസും റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ട് ഡാൻസും പാട്ടും അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. അപ്പം നമ്മുടെ മെഹന്തി വീഡിയോ ഓൾമോസ്റ്റ് എൻഡിങ് ആണ് കേട്ടോ. അപ്പം ഇനിയുള്ളത് ഫുള്ള് എൻജോയ്മെൻറ്റിൻ്റെ ക്ലിപ്സാണ് വരുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, മെഹന്തി നൈറ്റിൻ്റെ വിശേഷങ്ങൾ. ഇനി മാരേജിൻ്റെ റിസപ്ഷൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.